ബാമാൽ സെയിൽസ് മാക്സിമൈസേഷൻ മോഡലാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ബാമാൽ സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ ആരുടെ മോഡലാണ്? വില്യം ജെ ബാമാളുടെ മോഡലാണ്. ഈ മോഡൽ ബിസിനസ് ബിഹേവിയർ വാല്യൂ ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്ന ബുക്കിൽ 1967 വില്യം ജെ ബാമാൾ തന്നതാണ്. ഈ മോഡലിൻ്റെ ജിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, my hypothesis then is that oligopoly firms typically seek to maximize their sale subjected to a minimum profit constraint. അതായത് ഒരു ലെവൽ ഓഫ് പ്രോഫിറ്റിന് ശേഷം ഒളിഗോപോളി ഫേംസ് അവരുടെ സെയിൽസിനെ മാക്സിമൈസ് ചെയ്യാനാണ് നോക്കുക. പ്രോഫിറ്റ് മാക്സിമൈസേഷനേക്കാളും സെയിൽസ് മാക്സിമൈസേഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ തിയറിയിൽ പറയുന്നത് ഒരു പോയിന്റിന് ശേഷം ഒളിഗോപോളി ഫേംസ് അവരുടെ സെയിൽസ് മാക്സിമൈസ് ചെയ്യാൻ നോക്കും, പക്ഷേ ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ മിനിമം പ്രോഫിറ്റ് കൺസ്ട്രെയിന്റ്. ഈ മിനിമം പ്രോഫിറ്റ് കൺസ്ട്രെയിന്റ് എന്തിനാ? ദിസ് മിനിമം പ്രോഫിറ്റ് കൺസ്ട്രെയിന്റ് മസ്റ്റ് ബി ഏൺഡ് so that the managers can finance the growth of the firm and for the future retained profits. ഈ തിയറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് മാനേജേഴ്സിൻ്റെ റോളാണ് സെയിൽസ് മാക്സിമൈസേഷനിൽ. മാനേജേഴ്സ് എപ്പോഴും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒരു മിനിമം ലെവലിൽ, സാറ്റിസ്ഫാക്ടറി ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. ആ സാറ്റിസ്ഫാക്ടറി ലെവലിൽ പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവർ സെയിൽസ് മാക്സിമൈസേഷൻ ആണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക. ഇതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. സെയിൽസ് മാക്സിമൈസ് ചെയ്യുമ്പോൾ മാനേജേഴ്സിൻ്റെ സാലറി കൂടും. മാനേജേഴ്സിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ ബേസിലല്ല, എത്ര യൂണിറ്റ് ഓഫ് പ്രോഡക്ട്സ് ആർ ബീങ് സോൾഡ് എന്നുള്ള ബേസിലാണ് മാനേജേഴ്സിൻ്റെ സാലറി ഇൻക്രീസ് ചെയ്യുന്നത്. അതേപോലെ ഒരു കമ്പനിയുടെ സെയിൽസ് ഒത്തിരി നല്ലതായിരിക്കുമ്പോൾ ആ മാനേജറിൻ്റെ റെപ്യൂട്ടേഷൻ ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. സാലറി ഓഫ് ദ എംപ്ലോയീസിൻ്റെ സാലറിയും പ്രൊഡക്ഷൻ്റെ ബേസിലാണ്, എത്ര ഔട്ട്പുട്ട് ബീങ് സോൾഡ് ഇൻ ദ മാർക്കറ്റ് എന്ന ബേസിലാണ് എംപ്ലോയീസിൻ്റെ സാലറിയും കൂടുന്നത്. ഫിനാൻസ് അവൈലബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ലോൺസ്, ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ബാങ്ക് ലോൺസ് കിട്ടാനും the increase in sales അല്ലെങ്കിൽ maximum sales would help a company to get a better finance. New competition strategy. ഒളിഗോപോളി ഫേമിൽ നമുക്കറിയാം പ്രൈസ് റിജിഡിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫേംസിന് അതിന് ഇഷ്ടം പോലെ പ്രൈസ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതേസമയം സെയിൽസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. അതിനുപയോഗിക്കുന്ന മെത്തേഡ് ഇതൊക്കെയാണ്: അഡ്വർടൈസ്മെൻറ്റ്, ബാനേഴ്സ്, ഫ്രീ കസ്റ്റമർ സർവീസസ്, ഇതൊക്കെയാണ്. സോ സെയിൽസ് മാക്സിമൈസേഷൻ്റെ ബെനിഫിറ്റ് എന്താ? ന്യൂ കോമ്പറ്റീഷൻ സ്ട്രാറ്റജിയും ഒരു റീസൺ ആണ് സെയിൽസ് മാക്സിമൈസേഷന് പ്രോഫിറ്റ് മാക്സിമൈസേഷനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിൻ്റെത്. ഇനി ഇക്കണോമിക്സിൽ എല്ലാ തിയറീസിലും ഉള്ള പോലെ ഈ ബാമാൽ സെയിൽസ് മാക്സിമൈസേഷൻ മോഡലിലും ചില അസംഷൻസ്. നമ്മുടെ ഒന്നാമത്തെ അസംഷൻ എന്താ? ഫേംസ് ആർ സബ്ജക്റ്റഡ് ടു എ സിംഗിൾ ടൈം ഹൊറൈസൺ. ഒരേ ടൈം ഹൊറൈസണിലാണ് നമ്മൾ ഫേംസിൻ്റെ മോഡൽ ബിൽഡ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് എന്താ? ഫേംസ് വുഡ് ഫോക്കസ് ഓൺ സെയിൽസ് മാക്സിമൈസേഷൻ സബ്ജക്റ്റഡ് ടു പ്രോഫിറ്റ് കൺസ്ട്രെയിന്റ്. ഇതാണ് നമ്മുടെ തിയറിയുടെ ജിസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. എന്താ? ഫേംസ് സെയിൽസ് മാക്സിമൈസ് ചെയ്യാൻ നോക്കും, പക്ഷേ ഒരു മിനിമം പ്രോഫിറ്റ് വേണം. കാരണം മിനിമം പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ കമ്പനിക്ക് ഇത് റീഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഓരോ പ്ലാൻസ് എനേബിൾ ചെയ്യാനായിട്ട് കമ്പനിക്ക് സാധിക്കുള്ളൂ. തേർഡ് എന്താ? ഫേംസ് മിനിമം പ്രോഫിറ്റ് കൺസ്ട്രെയിന്റ് ഇസ് സെറ്റ് കോമ്പറ്റേറ്റീവ്ലി. ഈ മിനിമം പ്രോഫിറ്റിൻ്റെ ബേസ് എന്താ? ബാക്കിയുള്ള ഫേംസിൻ്റെ പ്രൈസും കാര്യങ്ങളുടെ ബേസിസിലും ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂവിൻ്റെ ബേസിലുമാണ് എന്ത് പ്രോഫിറ്റ് കൺസ്ട്രെയിന്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്, നമ്മളെല്ലാം ഫേംസ് ഡിസൈഡ് ചെയ്യുന്നത്. കൺവെൻഷണൽ TC/TR ആൻഡ് ഡിമാൻഡ് കർവ്. TC കർവ് ഏതാ? യു ഷേപ്ഡ് കർവാണ് നോർമലി. TR കർവും ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. ഈ കൺവെൻഷണൽ TC/TR ഡിമാൻഡ് കർവ് തന്നെയാണ് എന്തിലുള്ളത്? ബാമാളിൻ്റെ സെയിൽസ് മാക്സിമൈസേഷൻ മോഡലിലും ഉള്ളത്.
ഇനി നമുക്ക് ബാമോൾസ് മോഡലിൽ ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ഡയഗ്രാം. ഈ ഡയഗ്രത്തിൽ നമ്മുടെ എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി, വൈ ആക്സിസിൽ ടോട്ടൽ റവന്യൂ, ടോട്ടൽ കോസ്റ്റ്, പ്രോഫിറ്റ്. ഈ ഡയഗ്രത്തിൽ നോക്കുകയാണെങ്കിൽ കൺവെൻഷണൽ കർവ്സ് ആണല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് കർവ്, ഇത് നമ്മുടെ ടോട്ടൽ റവന്യൂ കർവ്. ഈ കർവ് എന്താണ്? പി എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്ന കർവാണ് പ്രോഫിറ്റ് കർവ്. ഈ ഒരു പോയിന്റിൽ ടി എൽ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഇതെന്താണ്? മിനിമം പ്രോഫിറ്റ് ആണ്. മിനിമം പ്രോഫിറ്റ്. ഈ ലൈനിൽ നമ്മൾ എന്താ പറയുക? ടി എൽ, മിനിമം പ്രോഫിറ്റ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നമ്മുടെ പ്രോഫിറ്റ് കർവ്, ഇത്രയും നമ്മുടെ കർവ്സ് ഉണ്ട്. പ്രോഫിറ്റ് ഉണ്ട്, ടോട്ടൽ കോസ്റ്റ് ഉണ്ട്, ടോട്ടൽ റവന്യൂ ഉണ്ട്, മിനിമം പ്രോഫിറ്റ് ഉണ്ട്. നമ്മുടെ പ്രോഫിറ്റ് കർവ് എപ്പോഴൊക്കെയാണ് ഈ മിനിമം പ്രോഫിറ്റിനെ ഇന്റർസെക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ പോയിന്റിന് എന്ത് പേര് കൊടുക്കാം? ഇ എന്ന് കൊടുക്കാം. അപ്പൊ ഔട്ട്പുട്ട് എത്രയാ? എ എന്ന് കൊടുക്കാം. നമുക്ക് ഔട്ട്പുട്ട് എ എന്ന് കൊടുക്കാം. പിന്നെ എപ്പോഴാണ് പ്രോഫിറ്റ് മാക്സിമം ആയിട്ടുള്ളത്? പ്രോഫിറ്റ് കർവിൻ്റെ മാക്സിമം പോയിന്റ് ഇതാണ്. ഈ പോയിന്റിൽ നമുക്ക് എഫ് എന്ന് കൊടുക്കാം. മാക്സിമം പോയിന്റിൽ ഔട്ട്പുട്ട് നമുക്ക് എത്ര കിട്ടും? നമുക്കതിന് ഇത്രയാണ് ഔട്ട്പുട്ട് ഉള്ളത്. ഇതിനെ നമുക്ക് ബി എന്ന് മാർക്ക് ചെയ്യാം. വീണ്ടും നമ്മുടെ കർവ് എവിടെ ഇന്റർസെക്ട് ചെയ്യുന്നത്? മിനിമം പ്രോഫിറ്റ് ലൈനിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഈ പോയിന്റ് നമുക്ക് ജി എന്ന് പറയാം. ഔട്ട്പുട്ട് എത്രയാപ്പോൾ? സി എന്ന് കൊടുക്കാം ഔട്ട്പുട്ടിന്. ഇത് ഇത്രയും കഴിഞ്ഞിട്ട് നമുക്ക് ടോട്ടൽ കോസ്റ്റ് കർവും ടോട്ടൽ റവന്യൂ കർവും എല്ലാം ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് ഒ ടു ബി, ഇത്രയും പോയിന്റിൽ എന്താ? പ്രോഫിറ്റ് മാക്സിമം ആണ്. ഈ ഒരു ഇത്രയും സ്പേസ് ഒ ടു ബി പ്രോഫിറ്റ് എപ്പോഴാണ്? മാക്സിമം ആണ്. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ ബേസിലാണ് സെയിൽ നടത്തിയിരുന്നതെങ്കിൽ നമ്മൾ ഈ പോയിന്റ് വെച്ച് സെയിൽ ബി ഔട്ട്പുട്ടെ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളായിരുന്നു. പക്ഷെ നമ്മുടെ എന്താ? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ല, സെയിൽസ് മാക്സിമൈസേഷൻ ആണ്. അപ്പോൾ നമ്മൾ സെയിൽസ് മാക്സിമൈസേഷന് വേണ്ടിയിട്ട് ടോട്ടൽ റവന്യൂ, സെയിൽ മാക്സിമൈസേഷൻ, അതാണ് നമ്മുടെ ബാമോളിൻ്റെ മോഡലിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ടോട്ടൽ റവന്യൂ എവിടെയാണ് കൂടുതൽ? ഇവിടെ നമ്മുടെ ടോട്ടൽ റവന്യൂ ഭയങ്കര കൂടുതലാണ് ഇല്ലേ? ഈ പോയിന്റിന് നമുക്ക് ഇവിടുത്തെ ടോട്ടൽ റവന്യൂവിന് നമുക്ക് TR1 എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് TR2 എന്ന് കൊടുക്കാം. ഈ പോയിന്റ്സിൽ ടോട്ടൽ റവന്യൂ എന്താ? കൂടുതലാണ്. ഇവിടെ പക്ഷെ നമ്മൾ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിലോ പ്രോഫിറ്റ് വളരെ കുറവാണ്. പ്രോഫിറ്റ് നമുക്ക് ഇവിടെ H എന്ന് മാർക്ക് ചെയ്യാം ഈ ഒരു പോയിന്റിൽ. അപ്പോൾ നമുക്ക് ടോട്ടൽ സെയിൽസ് റവന്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ H പോയിന്റ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം പ്രോഫിറ്റ് കൺസ്ട്രെയിൻ ഉണ്ട്. നമ്മുടെ ഈ മിനിമം പ്രോഫിറ്റ് കൺസ്ട്രെയിനെ ഇത് മാച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ പോയിന്റ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതേസമയം ഇത്രയും നമ്മുടെ ടോട്ടൽ റവന്യൂ ആണ്. ഈ പോയിന്റ് ജിയിൽ നമ്മുടെ പ്രോഫിറ്റ് കർവ് മിനിമം പ്രോഫിറ്റ് ലൈനിനെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ജി ആണ് എന്ത് പോയിന്റ്? ജി സി ലെവൽ ഓഫ് പ്രോഫിറ്റിലാണ് നമുക്ക് OC ലെവൽ ഓഫ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത്. ഇതാണ് ഫേം ചൂസ് ചെയ്യുന്ന ഒപ്റ്റിമം പ്രോഫിറ്റ് ലെവലും ഔട്ട്പുട്ടും. എന്താ പ്രോഫിറ്റ്? OG അല്ലെങ്കിൽ CG ലെവൽ ഓഫ് പ്രോഫിറ്റിൽ OC ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക.
the firms maximize their sales subjected to the minimum profit constraint. അപ്പോൾ എന്താ ഉണ്ടാവുക? ലോവർ പ്രൈസ് ആയിരിക്കും, ഗ്രേറ്റർ ഔട്ട്പുട്ട് ആയിരിക്കും. പ്രൈസ് കുറവായിരിക്കും, ഔട്ട്പുട്ട് കൂടുതലായിരിക്കും. നമ്മൾ ഈ പോയിന്റ് വരെ എടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് ഒത്തിരി കൂടുതലായിരിക്കും, പക്ഷെ എന്നാൽ നമ്മുടെ പ്രൈസിനെ അത് മീറ്റ് ചെയ്യത്തില്ല. അതേസമയം നമ്മൾ ഈ പോയിന്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഔട്ട്പുട്ട് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, പക്ഷെ മിനിമം പ്രോഫിറ്റ് കൺസ്ട്രെയിനെ അത് മാച്ച് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഇൻ ദ ബൗമോൾസ് സെയിൽസ് മോഡൽ. ബൗമോൾ സെയിൽസ് മോഡലിന്റെ ക്രിറ്റിസിസം എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത്, ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഫേം ആൻഡ് ഇൻഡസ്ട്രി റിലേഷൻസ്. ഫേംസ് ഇൻഡസ്ട്രി ആയിട്ട് എങ്ങനെയാണ് റിലേറ്റഡ് എന്ന് ഈ തിയറിയിൽ, ഈ മോഡലിൽ പറഞ്ഞിട്ടേ ഇല്ല. ഡസ് നോട്ട് സ്പീക്ക് ഓഫ് ഇന്റർ ഡിപ്പെൻഡൻസ്. നമുക്കറിയാം ഒളിഗോപോളിയിൽ ഫേംസ് കൊളോസീവ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ ഡിസിഷൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസിഷൻസ് ഓഫ് ആക്ഷൻസ് ഓഫ് അതർ ഫേംസ്. പക്ഷെ അതിനെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. ഫേംസ് ഓണർ ഫോക്കസസ് ഓൺ പ്രോഫിറ്റ്. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? സെയിൽസ് മാക്സിമൈസ് ചെയ്യണം, മാനേജേഴ്സ് സെയിൽസ് മാക്സിമൈസേഷനിലാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന്. പക്ഷേ ഫേംസിൻ്റെ ഓണർ സെയിൽസിൻ്റെ മാക്സിമൈസേഷനിലല്ല, പ്രോഫിറ്റ് മാക്സിമൈസേഷനിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. സോ ഓണേഴ്സ് ഹാവ് എ മേജർ ഹാൻഡ് കമ്പയർഡ് ടു മാനേജർ. ഇഗ്നോർ കോമ്പറ്റീഷൻ. ഇവിടെ ഒളിഗോപോളിയിൽ ഫേംസ് കമ്പീറ്റിംഗ് ആണ്, പക്ഷെ ആ കമ്പീറ്റിംഗ് ആസ്പെക്റ്റിനെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തിരിക്കുകയാണ്. ഡസ് നോട്ട് മെൻഷൻ ദ അൺസർട്ടനിറ്റി. ഇൻഡസ്ട്രിയിലുള്ള അൺസർട്ടനിറ്റിയെ, ഫേംസിൻ്റെ അൺസർട്ടനിറ്റിയെ കുറിച്ചും ഓവർ ഹെഡ് കോസ്റ്റ് പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും അൺസർട്ടനിറ്റിയെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. ഡസ് നോട്ട് ഡിസ്കസ് ദ ഡിമാൻഡ് ആൻഡ് കോസ്റ്റ് ഫംഗ്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഫേം. ഒരു ടോട്ടൽ കൺവെൻഷണൽ ടൈപ്പ് ഓഫ് കോസ്റ്റ് ഫംഗ്ഷനാണ് ബൗമോൾസ് മോഡൽ തന്നിരിക്കുന്നത്. അല്ലാണ്ട് ഇൻഡിവിജ്വലി ഉള്ള ഫേംസിൻ്റെ ഡിമാൻഡ് ആൻഡ് കോസ്റ്റ് ഫംഗ്ഷനെ കുറിച്ച് ബൗമോൾസ് മോഡൽ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. ഇത്രയാണ് നമ്മുടെ ബൗമോൾസ് സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ.